തകർന്നു. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില ഉടനെ കുറയില്ല. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം വീണ്ടും ശക്തമായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിൽ വർധനവ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം എണ്ണവിലയിൽ 3% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ലോകത്തെ പ്രധാന വിപണികളിലൊന്നായ ബ്രെന്റ് ക്രൂഡ് വില 3.2% ഉയർന്ന് ബാരലിന് $76.54 US ബെഞ്ച്മാർക്കായ വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് വിലയും 3.2% വർദ്ധിച്ച് ബാരലിന് $72.72 ആയി. കഴിഞ്ഞ ജൂണിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ കരാർ പാലിച്ച് എണ്ണവില കുറഞ്ഞു വരുന്നതിനിടെയാണ് പുതിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. ഇറാന്റെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇത് പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധഭീതി ഉയർത്തുകയും ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയെ ഹോർമുസ് കടലിടുക്കിലെ ചരക്കു നീക്കത്തെ ബാധിക്കുമെന്ന ആശങ്ക ജനിപ്പിക്കുകയും ചെയ്തു. ഇറാനുമേൽ ജൂൺ മാസത്തിൽ നൽകിയിരുന്ന താൽക്കാലിക ഉപരോധ ഇളവുകൾ അമേരിക്കൻ ട്രഷറി വിഭാഗം റദ്ദാക്കി. ഇതോടെ ഇറാന് രാജ്യാന്തര വിപണിയിൽ എണ്ണ വിൽക്കുന്നതിന് വീണ്ടും കർശന നിയന്ത്രണങ്ങൾ വരും. നിലവിലുള്ള ഇടപാടുകൾ പൂർത്തിയാക്കാൻ വരും ദിവസങ്ങളിൽ മാത്രമേ സമയം അനുവദിച്ചിട്ടുള്ളൂ. തങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയുടെ 85%-ലധികം വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിലെ ചെറിയ വില വ്യതിയാനങ്ങൾ പോലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും. നേരത്തെ അന്താരാഷ്ട്ര വിപണിയിൽ വില ഗണ്യമായി കുറഞ്ഞ പശ്ചാത്തലത്തിൽ വരും ആഴ്ചകളിൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുറയുമെന്ന പ്രതീക്ഷയിലായിരുന്നു രാജ്യത്തെ ഉപഭോക്താക്കൾ. നേരത്തെ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞപ്പോൾ ഇതേ സാഹചര്യം ആഴ്ചകൾ കൂടി തുടർന്നാൽ മാത്രമേ ഇന്ത്യയിൽ ഇന്ധനവില കുറയ്ക്കാൻ സാധിക്കൂ എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആഗോളതലത്തിൽ എണ്ണവില വീണ്ടും ഉയരുന്നതിനാൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയുന്നതിനായി പൊതുജനങ്ങൾ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് സൂചനകൾ. അതേസമയം യുദ്ധത്തെ തുടർന്ന് രാജ്യത്തുണ്ടായ ഇന്ധന പ്രതിസന്ധി ആവർത്തിക്കാതിരിക്കാൻ വമ്പൻ പദ്ധതികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി രാജ്യത്ത് ഒരു മാസത്തേക്ക് ആവശ്യമായി ക്രൂഡ് ഓയിൽ, പാചകവാതകം, ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവയുടെ വൻ കരുതൽ ശേഖരം ഒരുക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. പദ്ധതിക്കായി അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്താനും ഭൂഗർഭ അറകളിലാണോ അതോ ഭൂമിക്ക് മുകളിലാണോ ഇവ സൂക്ഷിക്കേണ്ടതെന്ന് തീരുമാനിക്കാനും പെട്രോളിയം മന്ത്രാലയം ഒരു പ്രത്യേക സമിതിക്ക് രൂപം നൽകി കഴിഞ്ഞു. നിലവിൽ ഇന്ത്യക്ക് ഏകദേശം 39 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കരുതൽ ശേഖരമാണ് ഉള്ളത്. ഇത് വെറും 8 ദിവസത്തെ ആവശ്യങ്ങൾക്ക് മാത്രമേ തികയുകയുള്ളൂ. ഏഷ്യയിലെ മറ്റൊരു വമ്പനായ ചൈനയുടെ കരുതൽ ശേഖരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ തുച്ഛമാണ്. എങ്കിലും എണ്ണ ശുദ്ധീകരണശാലകളിലും പെട്രോൾ പമ്പുകളിലുമുള്ള ശേഖരം കൂടി കണക്കാക്കിയാൽ 70 ദിവസത്തിലധികം ഉപയോഗിക്കാനുള്ള എണ്ണ രാജ്യത്തുണ്ട്. 5 വർഷത്തിനുള്ളിൽ കിഴക്ക് പടിഞ്ഞാറൻ തീരങ്ങളിലെ ഭൂഗർഭ അറകൾ വികസിച്ച് കരുതൽ ശേഖരം ഇരട്ടിയിലധികമാക്കാനാണ് പുതിയ പദ്ധതി. ശേഖരം കുറഞ്ഞത് 120 ദശലക്ഷം ബാരലായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം പാചകവാതകത്തിനും LNGക്കും രാജ്യത്ത് നിലവിൽ കാര്യമായ കരുതൽ ശേഖരമില്ല. LPG വലിയ മർദ്ദത്തിൽ ദ്രാവക രൂപത്തിലും LNG കൊടും തണുപ്പിലുമാണ് സൂക്ഷിക്കേണ്ടത് എന്നതിനാൽ ചോർച്ചയോ പൊട്ടിത്തെറിയോ ഒഴിവാക്കാൻ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ആവശ്യമാണ്. ഗ്യാസിന്റെ കാര്യത്തിൽ യാതൊരു കരുതൽ ശേഖരവുമില്ല എന്നത് വെല്ലുവിളിയാണ്. അതിനാൽ തങ്ങളുടെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായതിനേക്കാൾ 10% കൂടുതൽ LNG സംഭരിക്കാൻ ടെർമിനലുകളോട് നിർദ്ദേശിക്കുന്ന ഒരു കരട് നയം കഴിഞ്ഞ വർഷം സർക്കാർ കൊണ്ടുവന്നിരുന്നു. ആവശ്യമുള്ളപ്പോൾ സർക്കാർ ഇത് ഏറ്റെടുക്കും. പെട്രോനെറ്റ്, LNG പോലുള്ള ഇറക്കുമതിക്കാർ ഇപ്പോൾ തന്നെ പുതിയ സ്റ്റോറേജ് ടാങ്കുകൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.